ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമുക്ക് കോളിഫ്ലവർ ക്യാരറ്റ് ഉപയോഗിച്ച് വെജീസ് മലായ് കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് ആദ്യം കോളിഫ്ലവർ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിച്ചെടുക്കുക. 2 സ്പൂൺ മലായ്, 1 സവാള കൊത്തിയരിഞ്ഞെടുക്കണം, കുറച്ച് ക്യാപ്സിക്കം എടുക്കുക, ഒരു ക്യാരറ്റ് കൊത്തിയരിഞ്ഞെടുക്കുക, ഒരു തക്കാളി മിക്സിയിൽ ചതച്ചെടുക്കണം, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ശകലം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, എണ്ണ എടുക്കുക, കുറച്ച് കസൂരി മേത്തി വേണം, കുറച്ച് പുതിന ഇല കൂടെ എടുക്കണം. നമുക്ക് പാൻ അടുപ്പിൽ വെച്ച് അതിൽ ഒരു 5 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ചേർക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ട് അതിന് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ ബേ ലീവ്സ്, പെരിഞ്ജീരകം ഇതൊക്കെ നമ്മൾ ചേർക്കണം. ചേർത്ത് അതും കൂടെ നന്നായിട്ട് മുറിച്ചെടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഉള്ളി നമുക്ക് ചേർക്കാം. ഉള്ളി എടുത്ത് നമ്മൾ വഴറ്റിയെടുക്കണം, നന്നായിട്ട് വഴറ്റണം ഉള്ളി. അത് കഴിഞ്ഞ് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഉള്ളി ഒരുവിധം വെന്ത് നമുക്കിനി ക്യാപ്സിക്കം ചേർക്കാം. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ വഴറ്റണം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ പേസ്റ്റ് ഇല്ലേ, അതുകൂടെ നമുക്ക് ചേർക്കാം. അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കണ്ട, ഒന്ന് ചതച്ചാൽ മതി. ക്യാരറ്റ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കണം, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം നമുക്ക്. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ നമുക്ക് ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇതിനെ യോജിപ്പിക്കണം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കണം. ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരണം. ഈ കൂട്ടിലേക്ക് നമ്മൾ കോളിഫ്ലവർ കൂടെ നമുക്ക് ചേർക്കാം. ഇത് വേവിച്ചെടുത്ത് കോളിഫ്ലവറാണ്, അതുകൊണ്ട് ഒത്തിരി നേരം വേകേണ്ട ആവശ്യമില്ല. കോളിഫ്ലവർ കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ഈ മസാല കൂട്ടുമായിട്ട് യോജിപ്പിച്ച് നമ്മൾ എടുക്കണം. ഇതിനെ അടച്ച് വെച്ച് നമ്മൾ വേവിക്കണം. എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്ന് ഇനി ഇതിലേക്ക് നമ്മൾ പുതിന ഇല ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കണം. ഇത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ചേർക്കുമ്പോൾ നല്ല മണമായിരിക്കും. ഇത് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് അവസാനമായി നമ്മൾ മലായി ചേർക്കണം. മലായി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ മലായി ചേർക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും.
ഫ്ലെയിം വളരെ സ്ലോ ആക്കുക. കറി നന്നായിട്ട് കുറുകി വന്ന് ഇനി നമുക്ക് ഇറക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.